അസ്സലാമു അലൈക്കും. വെൽക്കം ടു നൂർ ഇൻ ലിറ്റിൽ തിങ്സ് വ്ളോഗ്. അത്ര വലിയ വ്ളോഗറൊന്നുമല്ല, ഒരു ചെറിയ സ്റ്റാർട്ടപ്പാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇൻഷാ അല്ലാഹ് ഒരുപാട് നല്ല വീഡിയോസായിട്ട് ഇനിയും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്നെ കൂടെ കൂട്ടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താമെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. എന്നത്തെയും പോലെ മോളെ എണീക്കാണ്ട് ആദ്യം സുബഹി നമസ്കാരം ദിക്റെല്ലാം കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും. അപ്പം നമുക്കിന്ന് പത്തിരിയും അതുപോലെ തന്നെ പൊട്ടാറ്റോ കറിയൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മോള് കറി എരിയാണ്, അതുകൊണ്ട് അവൾക്ക് പത്തിരി വേണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി എൻ്റെ റെസിപ്പീസായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇതെൻ്റെ ഉമ്മാൻ്റെ ഗാർഡനാണ്. ഇപ്പോൾ ആൾക്ക് വലിയ സുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെടികളൊക്കെ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മോൾക്ക് പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും വേണ്ട, പിന്നെ അവളങ്ങോട്ട് പുറത്ത് കളി തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് മോളെയും കൊണ്ട് വെറുതെ ഒന്നിങ്ങനെ നടക്കുകയാണ് രാവിലത്തെ ഇളം വെയിലൊക്കെ കൊണ്ടിട്ട്. ഈ ഒരു ചെറിയ നടത്തത്തിൽ തന്നെ ഇവളിപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു എന്നറിയോ. അപ്പോൾ ഇവരുടെ പ്രായത്തിൽ ഇവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അത് ശരിക്കും ഇവരുടെ ഒരു ഹെൽത്തി ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞങ്ങളുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ഡേ ആയിരുന്നു. ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഡീറ്റെയിലൊക്കെ ആയിട്ട് വീണ്ടും വ്ളോഗ്സ് ചെയ്യുമ്പോൾ പറയും. എന്തായാലും ഈ ഒരു യാത്ര ഞങ്ങളുടെ സന്തോഷത്തോടെ മടങ്ങി വന്നൊരു യാത്ര തന്നെ ആയിരുന്നു. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആകുമ്പോൾ മടങ്ങി എത്താമെന്നുള്ളൊരു രീതിക്ക് ഞങ്ങൾ കോഴിക്കോടുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒന്നും പറയണ്ട, ഞങ്ങളവിടെ ആ ഒരു ഡേ മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. വൈകി എത്തിയതുകൊണ്ടും ടോക്കൺ ലേറ്റായിട്ട് കിട്ടി, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഡോക്ടർ ഒരുപാട് വൈകിയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇപ്പം ചെന്നപാടെ ഞങ്ങൾ ആദ്യം സ്നാക്കും ചായയൊക്കെ കഴിച്ചു വിളിക്കുമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഒരു വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ആ വെയിറ്റിംഗ് നീണ്ട് ഒരു 5:30 വരെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ഈ ഹോസ്പിറ്റലിൽ ഈ സീറ്റുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും പഠിച്ചവനെ കുറിച്ച് നല്ലോണം ഒന്ന് ആലോചിക്കും. നമ്മൾ എത്ര ബ്ലെസ്ഡാണ്, നല്ല ഹെൽത്തും നല്ല ഫാമിലി നല്ല സറൗണ്ടിങ്സ് ഒക്കെ ഉള്ളതിന് നമ്മൾ എത്ര ബ്ലെസ്ഡാണ്. നമ്മളെ ബ്ലെസ്സിങ്സിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് പോകും. പഠിച്ചവന് വലിയ രോഗങ്ങളൊന്നും തന്നെ നമ്മൾ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വെയിറ്റിംഗ് തന്നെ ആയിരുന്നു. അപ്പം നമ്മളൊരു ബ്രഞ്ച് പോലെ ഒരു സ്നാക്കും ചായയൊക്കെ 10 മണിക്ക് കഴിച്ചത് കാരണം നമ്മൾ ഉച്ചക്ക് ചെറിയ മീൽസിൽ ഒതുക്കി. ഇത് അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന സേമിയ പായസമായിരുന്നു കേട്ടോ. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ച് ഞാൻ ഒരു ഹോസ്പിറ്റൽ ബ്ലോഗിൽ വെച്ച് ഐഡിയാസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.